നിങ്ങളുടെ ഫേസും എന്നെ പോലെ റൗണ്ട് ആണോ? വെൽ, ഐ നോ ദ റൗണ്ട് ഫേസ് ഗേൾസ്, ഇത് നിങ്ങളുടെ സ്റ്റൈൽ സർവൈവൽ ഗൈഡാണ്. ടിപ്പ് നമ്പർ 1, ദ നെക്ക് ലൈൻ. നെക്ക് ലൈൻ ചൂസ് ചെയ്യുമ്പോൾ വി നെക്ക് അല്ലെങ്കിൽ വൈറ്റ് നെക്ക് ചൂസ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഫേസിനെ എലോങ്ങേറ്റ് ചെയ്യും. ഫേസിൽ നിന്നുള്ള അറ്റൻഷൻ നെക്ക് ലൈനിലേക്ക് കൊണ്ടുവരും. ടിപ്പ് നമ്പർ 2, വെർട്ടിക്കൽ ലെയറിംഗ്. എന്ന് വെച്ചാൽ നെക്ക് ലൈനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നെക്ക് ലൈൻ വെച്ചേക്കുന്നത് 4 ആൾക്കാർ കാണാൻ വേണ്ടിയാണ്. വെർട്ടിക്കൽ ലെയറിംഗ് നിങ്ങളുടെ ബോഡി ആൻഡ് ഫേസ് എലോങ്ങേറ്റഡ് ആയിരുന്ന ഇലൂഷൻ ഉണ്ടാക്കും. ടിപ്പ് നമ്പർ 3, ചൂസിംഗ് ദ റൈറ്റ് ഇയറിംഗ്. ഇപ്പോഴും ജുംകാസിന്റെയും ഹെവി ഇയറിംഗ്സിന്റെയും പുറകെ പോകാതെ ട്രൈ സ്ലിംഗ് ഇയറിംഗ്സ്. ഇത് ഫേസിന്റെ റൗണ്ട്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതുപോലെ ഇയേഴ്സിൽ സ്റ്റേറ്റ്മെന്റ് വരാത്ത എലോങ്ങേറ്റഡ് ജുംകാസ് നിങ്ങൾക്ക് പെയർ ചെയ്യുന്നതാണ്. എന്നെ പോലെ ഡബിൾ ചിൻ ഉള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ടിപ്പ് നമ്പർ 4, ഹെയർ സ്റ്റൈൽ. എപ്പോഴത്തെയും പോലെ ഹെയറിന് കുറച്ച് വോളിയം അല്ലെങ്കിൽ ഹൈറ്റ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കുറച്ച് ഹെയർ ഫ്രണ്ടിലോട്ട് ഇടുന്നത് വളരെ നന്നായിരിക്കും. ഇതുപോലെ ബൺ ഹെയർ സ്റ്റൈൽസ് നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ സെൻട്രൽ പാർട്ടീഷനെക്കാളും ഇതുപോലെ സൈഡ് പാർട്ടീഷൻസ് ആയിരിക്കും കുറച്ചുകൂടെ ഫ്ലാറ്റ്. ബോണസ് ടിപ്പ്, ഐ മേ ലുക്ക് ലൈക്ക് ചോക്കർ ഹിയർ. സൺഗ്ലാസ് പെയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രക്ചർ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. റൗണ്ട് ഫ്രെയിംസ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഹെവി പഫ് സ്ലീവ്സ് ഇസ് എ നോൺ. നിങ്ങളുടെ റൗണ്ട് ഫേസിനെ ഒന്നുകൂടെ എടുത്ത് കാണിക്കാൻ ശ്രമിക്കും. ഗോ ഫോർ ലൈറ്റ് പഫ് സ്ലീവ്. ഇമ്പോർട്ടന്റ് ടിപ്പ് എന്ന് വെച്ചാൽ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഈ വീഡിയോയിൽ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കമന്റ് ബിലോ. ബൈ.